ഔന്നിത്യം, ആറ്റിറ്റ്യൂഡ്. അതുപോലെ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ഞാനൊരു ഡോക്ടറാണ്, ആറ്റിറ്റ്യൂഡ്, അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മളെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കൊച്ചു കാര്യം കൊണ്ട് ഈ ലോകത്തിലെ വലിയ നന്മ നമുക്ക് ചെയ്യാൻ പറ്റും. വലിയ കാര്യങ്ങൾ, ഒരു കൊച്ചു കാര്യം മതി, ചെറുത് വലിയ കാര്യമാക്കി തീർക്കാൻ പറ്റും. ഞാൻ 2-3 ആഴ്ച മുൻപ് ബോംബെയില് ഒരു ഓർഗൻ ഡൊണേഷൻ ക്യാമ്പയിന് പോയപ്പോൾ ഞാനവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കാറിൽ ഞാൻ പോവുകയാണ്. പോണ വഴിക്ക് നേരെ മുൻപില് ഒരു ചെറുപ്പക്കാരൻ ഒരു ബൈക്ക് ഓടിച്ചു പോകുന്നുണ്ട്. ധാരാളം വാഹനങ്ങളുണ്ട്, പക്ഷെ ആ ചെറുപ്പക്കാരനെ നോക്കാതിരിക്കാൻ പറ്റില്ല. ആ ചെറുപ്പക്കാരന്റെ പുറകില് അവനൊരു ചട്ട തൂക്കിയിട്ടിരിക്കുക പുറത്ത്. അപ്പൊ വണ്ടിയിൽ പിന്നിൽ വരുന്നവർക്ക് ഇത് കാണും, അവന്റെ പുറത്ത് തൂക്കിയിട്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഡോണ്ട് മിക്സ് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. വണ്ടി ഓടിക്കുമ്പോ കുടിക്കരുതെന്നാണ് അവന്റെ പുറത്ത് എഴുതിയിട്ടിരിക്കുക. മിണ്ടണില്ല അവൻ, പക്ഷെ അവന്റെ പുറത്ത് എഴുതിയിട്ടിരിക്കുക. വായിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പിന്നിൽ വരുന്നവരൊക്കെ ഇത് വായിക്കും. എനിക്ക് കണ്ടപ്പോ സംഭവം ഗംഭീര. എന്റെ ഡ്രമോനെ നീ ചെയ്തത് ആർക്കും ഇത് വായിക്കാണ്ടിരിക്കാൻ പറ്റുക? ഞാൻ ഡ്രൈവറോട് വണ്ടി ഒന്ന് കുറച്ച് മുന്നിലേക്ക് നിൽക്കണ, എന്താ നീക്ക് മുന്നിലേക്ക് നിൽക്ക്, നീ അവന് ഒന്ന് ഓണടിക്ക്. അവൻ തിരിഞ്ഞോകളില്ല, അവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓണടിക്ക്, അവൻ തിരിഞ്ഞോകളില്ല, കുറച്ച് മുന്നോട്ട് നിൽക്ക്, ഓണടിച്ച്. അവന്റെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ ഇങ്ങനെ കാണിച്ചു, ബെസ്റ്റ് ആയിട്ട് മോനെ. അവര് നോട്ടം നോക്കി, അവന്റെ കണ്ണിന്റെ മുഖത്ത് തട്ടലും പിന്നെ തിരിച്ചു പോയിട്ടില്ല. അവൻ വീട്ടിലെത്തണവൻ അവന്റെ മനസ്സിലുള്ള സന്തോഷം എന്നറിയാ. വീട്ടിൽ ചെന്നാൽ അവൻ പറയും, ഞാനൊരു അക്ഷരം മിണ്ടിയിട്ടില്ല, അവനൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ മനുഷ്യർക്ക് എന്തുമാത്രം നന്മകള് സംസാരിക്കാതെ പോലെ പകർന്നു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ ഏതവസ്ഥയിൽ നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. അതാണ് ഒന്നെനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത്, അധികാരം. ഇന്ന് സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായി തീർന്നിട്ടുള്ളത് അധികാരങ്ങളാണ്. ഞാനൊരു അച്ഛനാകുമ്പോ ഒരു പള്ളിയിലെ വികാരി, പവർ അല്ല പ്രിയമുള്ളവരെ, അതൊരു ശുശ്രൂഷയാണ്. ഡോക്ടർ ആകുമ്പോൾ അവിടെ പവർ ഇല്ല. എല്ലായിടത്തും നമുക്ക് അധികാരങ്ങളാണ്. അധികാരങ്ങൾ നമ്മളെ ചെറുതാക്കും. നമ്മുടെ അധികാരത്തിന് ശ്രദ്ധിച്ചാൽ നമ്മളെ ആരും നിലവെക്കില്ല. പ്രിയമുള്ളവരെ, APJ അബ്ദുൽ കലാം അദ്ദേഹമാണ് ഈ മാനവകാരുണ്യ യാത്രയ്ക്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് തൃശ്ശൂര്. അദ്ദേഹത്തിന് ഒരു പവർ ഇല്ലല്ലോ, നോ പൊസിഷൻ അറ്റ് ഓൾ. ആർക്ക്? APJ അബ്ദുൽ കലാമിന്. പക്ഷെ അദ്ദേഹത്തിന്റെ ഡിസ്പൊസിഷൻ അദ്ദേഹത്തിന് ഡൽഹിയിൽ ചെന്ന ഞാൻ അദ്ദേഹത്തിനെ കാണാൻ ചെല്ലും. വലിയൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അങ്ങനെ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുറിയുടെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന വാചകമുണ്ട്, ഓർത്തിരിക്കുന്നതല്ല നിങ്ങളൊക്കെ, നമുക്കൊക്കെ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു വാചകം അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്. ഐ ആം നോട്ട് ഹാൻസം, എനിക്കത്ര സൗന്ദര്യം. ഐ ആം നോട്ട് ഹാൻസം ബട്ട് ഐ ആം റെഡി ടു ഗിവ് മൈ ഹാൻഡ്. എന്റെ കൈ തരാൻ ഞാൻ ഒരുക്കമാണ്. ഐ ആം നോട്ട് ഹാൻസം. ആ മുടിയൊക്കെ ഇങ്ങനെ വളച്ചു വെച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലേ? അത്ര ഭംഗിന്റെ കാണാൻ, ഭംഗി വേണ്ടല്ലോ. ബട്ട് ഐ ആം റെഡി ടു ഗിവ് മൈ ഹാൻഡ്. ആ മനസ്ഥിതി, അതാ ഞാൻ പറഞ്ഞത്, ആറ്റിറ്റ്യൂഡ്. ഒരു മനുഷ്യൻ ഏതെല്ലാം തലത്തിലെത്തിയാലും നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് പ്രധാനപ്പെട്ടത്. ഞാൻ എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ് അബ്ദുൽ കലാമിന്റെ കാര്യം പറയാം. ഞാൻ ഈ മാനവകാരുണ്യയാത്രയുടെ തുടക്കം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു, ഫാദർ കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരണം. ഞാൻ എന്തിനാണ്? APJ അബ്ദുൽ കലാം പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനിൽ ഫാദറെ ക്ഷണിച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കേണ്ട കാഞ്ഞിരപ്പള്ളി രൂപത കമ്മ്യൂണൽ ഹാർമണി അവാർഡ്. യെസ്, ആ അവാർഡ് 1 ലക്ഷം രൂപയാണ്. ആ 1 ലക്ഷം രൂപ ആ വേദിയിൽ വെച്ച് അച്ഛന് തരാനാണ്. അച്ഛൻ അതിൽ വരണമെന്ന് ഞാനിപ്പോ ആലോചിച്ച്. APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ, എന്റെ അപ്പന്റെ വീട്ടുപേര് കലാമല്ലല്ലോ, എന്റെ അമ്മയുടെ വീട്ടുപേരും കലാമല്ലല്ലോ, പിന്നെ എന്തപ്പോ ഞാൻ അയാളായിട്ടുള്ള ബന്ധം? ആ ബന്ധമാണ് പ്രിയമുള്ളവർ ഞാൻ ആദ്യം പറഞ്ഞത്, മനുഷ്യ ബന്ധം. അതാണ് ഇന്ന് സമൂഹത്തിൽ ഇല്ലാത്തത്. നമുക്ക് രക്തബന്ധമാണ് പ്രധാനപ്പെട്ടത്, അതിനേക്കാൾ അപ്പുറത്തൊരു ബന്ധമുണ്ട്. APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന വ്യക്തിയും ഞാനും ഈ വഴിയിലിരിക്കുന്ന ഭിക്ഷയാചിക്കുന്ന മനുഷ്യനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് ഇന്ന് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പോയിട്ടുള്ളത്. സ്വന്തം ഭാര്യയോട് പോലും കാണിക്കുന്ന നേരത്തെ അച്ഛനെ ഇങ്ങനെ പറയണേ. വാഗമണ്ണിൽ എന്താ കാണിച്ചെന്ന് പറയണേ. വാഗമണ്ണിൽ ഒരു ദിവസം ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോ ഒരുപാട് അവര് കുറെ പോലീസുകാർ, പരിചയമുള്ള പോലീസുകാരുണ്ടപ്പോ ഞാൻ എന്താ സാർ ഇവിടെ, എന്റെ അച്ഛോ ഒരു ആദം ഒരു ഹവ്വേനെ ഇവിടെ കൊണ്ടിട്ടുണ്ടെന്ന്. ആദം ഹവ്വേനെ കൊണ്ടിട്ടുണ്ടെന്ന? ഏതാദം? എന്റെ അച്ഛോ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യനെ
വയ്യ, അതിന് തീരെ വയ്യ, അതിന് ഒരു കാര്യമില്ല, ഒരു ഉപകാരമില്ല എന്ന് കണ്ടപ്പോ ഇവിടെ കൊണ്ടിട്ടിരിക്കുക. അതിന്റെ എല്ല് തപ്പാൻ വന്നതാണ് ഞങ്ങള്. എന്റെ അമ്മ എല്ല് തപ്പാൻ വന്നിരിക്കുകയെന്ന്. ആരുടെ? ഒരു ഹൗവയുടെ എല്ല് തപ്പാൻ. വയ്യാത്ത ഭാര്യനെ വേണ്ട, ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് വാഗമണ്ണില് കൊക്കയിൽ കൊണ്ട് ജീവനോട് ഇടുന്ന ഈ സമൂഹത്തിൽ എവിടെ പ്രിയമുള്ളവരെ മനുഷ്യത്വം? നമ്മളൊക്കെ ഇത് പ്രസംഗിക്കുന്നത്. ഞാനൊന്നേ ചിന്തിക്കാറുള്ളൂ, എന്റെ ജീവിതത്തെ ഞാൻ അങ്ങനെ ആക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് ഒന്നേ എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്നുള്ളൂ, ഞാനൊരു കാര്യം മൈക്കിൽ പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കണം. ഞാൻ ചെയ്യാത്ത കാര്യം മൈക്കിൽ പ്രസംഗിക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. ചെയ്ത കാര്യങ്ങളെ പറയൂ. അതാണ് ഗാന്ധിജി പറഞ്ഞത്. എപ്പോഴാണ് മനുഷ്യന് സന്തോഷം ഉണ്ടാകുക? എപ്പോഴാണെന്നോ ഗാന്ധിജി പറഞ്ഞു വെക്കുന്നു, വാട്ട് ഈസ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് ഈസ് when what do you think and what do you say and what do you do is in harmony, then you will be happy. ചിന്തിക്കുന്നത് പറയുക, പറയുന്നത് പ്രവർത്തിക്കുക, then you will be happy. വേറെ ഒന്നും വേണ്ട പ്രിയമുള്ളവരെ. നമുക്ക് സമ്പത്ത് വേണ്ട, നമുക്ക് ജീവിതത്തിന്റെ വലിയ വലിയ സ്ഥാനമാനങ്ങൾ വേണ്ട. ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ വികാരത്തിന്റെ പേരാണ് ഹാപ്പിനെസ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം, ഞാൻ ആ കാര്യം പറഞ്ഞില്ല, അങ്ങനെ അദ്ദേഹം എന്നെ ക്ഷണിച്ചു. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ചെല്ലാണ്. ഇപ്പൊ ഞാൻ ആലോചിച്ച്, എന്തിനു എനിക്ക് തരണേ? എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ല, എനിക്കൊരു പ്രോപ്പർട്ടി ഇല്ല. അങ്ങനെയാണ് ഞാൻ ഈ ലോക സമൂഹത്തിൽ ജീവിക്കുന്നത്. ഈ കാശ് എന്തിനു എനിക്ക് കാശിന്റെ ആവശ്യമില്ല. അപ്പൊ ആ സമയത്താണ് തൃശ്ശൂർ ഒരു ഗിരിജ എന്ന് പറയുന്ന ഒരു ചേച്ചി, സ്വന്തം മകന് കരള് രോഗം, കരള് മുറിച്ചു കൊടുക്കണം, മകൾക്ക് കിഡ്നി രോഗം, ഒരു വേദിയിൽ വെച്ച് 1.5 ലക്ഷം രൂപ ആ സഹോദരിക്ക് കൊടുക്കാൻ എന്നെയാണ് നിയോഗിച്ചത്. കൊടുക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് ഭർത്താവ് വിളിച്ച് 15 വർഷം അയച്ചോ, അപ്പൊ എത്ര ലക്ഷം വേണം? 10-20 ലക്ഷം വേണമെന്ന് പറയണേ. എത്ര ലക്ഷമായി? 5 ലക്ഷം ആയിട്ടുള്ളോ? ഇതെങ്ങനെ നടക്കും? ആരാ കൊടുക്കണേ? ഞാനാ കൊടുക്കണേ കരള്. ഇതെങ്ങനെ നടക്കും? ഞാൻ പറഞ്ഞ, ചേച്ചി നാളെ വായോട്ടെ, കാറിന് കയറ്റി ഇരുത്തി ഞാൻ കാഞ്ഞിരപ്പള്ളി കൊണ്ടുപോയി. കാഞ്ഞിരപ്പള്ളി കൊണ്ട് ഈ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അബ്ദുൽ കലാം എന്നെ വിളിച്ചു, കം ഫാദർ. ഞാൻ സ്റ്റേജിൽ വന്നു. അദ്ദേഹം 1 ലക്ഷം എന്റെ കയ്യിൽ തരുന്നു. ഞാൻ പറഞ്ഞു, സർ, ഇതൊരു വിധവയാണ്, 15 വർഷമായി, തനിക്കൊരു മകനും മകളും, മകന് കരൾ രോഗം, മകൾക്ക് കിഡ്നി രോഗം, പണമില്ല. ഈ പണം ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. വെരി ഗുഡ് ഫാദർ. നേരാ പൈസ കൊടുത്തു. പത്രക്കാരൻ ധാരാളം ജനങ്ങൾ. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളും ചെയ്യുക. യേശു പറഞ്ഞിട്ടുള്ളതാണ്, ഇതും നിങ്ങളും ചെയ്യുക. ഒരെണ്ണം ചെയ്തിട്ടാ എന്ന് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞു, ഇത് നിങ്ങളും ചെയ്യുക. എല്ലാവരോടും പറഞ്ഞു. പത്രക്കാരൻ അസലായിട്ട് അങ്ങോട്ട് എഴുതി. പിറ്റേ ദിവസം മനോരമയിലും പത്രങ്ങളൊക്കെ വന്നു. 3 ആഴ്ച കഴിഞ്ഞപ്പോഴേ ആ ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് 1.4 ലക്ഷം രൂപ. ഓപ്പറേഷൻ സക്സസ്. ആ കുട്ടി തിരിച്ചു വന്നു. അവന്റെ അക്കൗണ്ടിൽ 40 ലക്ഷം രൂപ ഇട്ടു കൊടുത്തു. വീട് തപ്പി പിടിച്ച് 25 ലക്ഷം രൂപയ്ക്ക് വീട് ഞാനാ വാങ്ങി. ചേച്ചിയെ ഇവിടെ താമസിക്കല്. ആ ചേച്ചിക്ക് ജീവിതകാലം കഴിയും ഒരു 15 ലക്ഷം രൂപ, ഒരു 10 ലക്ഷം രൂപ ഈ മകളുടെ ഡെപ്പോസിറ്റ്. 10 പൈസ എന്റെ കയ്യിലില്ല. പൈസ മുഴുവൻ അവർക്ക്, പക്ഷെ സന്തോഷം മുഴുവൻ എനിക്ക്. അതാണ് ഈ പറഞ്ഞത്. പണം കൊണ്ടൊന്നും കിട്ടാത്ത ജീവിതത്തിന്റെ നേട്ടങ്ങളുണ്ട് പ്രിയമുള്ളവരെ. എനിക്ക് ഡോക്ടേഴ്സിനോടും പറയാനുള്ളത് ഇതാണ്, സമ്പാദിക്കാനല്ല ഈ ജന്മം, ജീവിക്കാൻ, സ്നേഹിക്കാൻ ആണ് ഈ ജന്മം. സ്നേഹിക്കാൻ മറന്നു പോകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ. സ്വന്തം ഭാര്യനെ സ്നേഹിക്കാൻ പറ്റണില്ല, ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റണില്ല, അപ്പനമ്മേനെ സ്നേഹിക്കാൻ പറ്റണില്ല. എന്താണെന്നറിയില്ല. ഞാൻ അവയവദാനത്തെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലാണോന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ പറഞ്ഞിട്ടുള്ളത് മരണശേഷ അവയവങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞു എനിക്കറിയില്ല. അപ്പൊ ആൾക്കാർ മുഴുവൻ വേണ്ട. അച്ഛന്റെ പ്രസംഗം കേട്ടപ്പോ ഞാൻ തീരുമാനം എടുത്തു. എന്ത്? എന്റെ അപ്പനെയും അമ്മേനെയും ജീവനോടെ തന്നെ എല്ലാ അവയവങ്ങളും കൊടുക്കാന്ന്. കൊണ്ടുപോയി ഗുരുവായൂർ നടയിലിരുത്തുണ്ട്. എനിക്കറിയില്ല കേട്ടാ, ഞാൻ പറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും ഇപ്പൊ ജീവനോടെ അമ്മേനെ അപ്പനെ ഗുരുവായൂർ കൊണ്ടിരിക്കുന്നത്. അമ്മ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. ആരെ? അപ്പനമ്മേനെ. ചേച്ചി അവിടെ നിന്ന് രാമ 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 മോനെ മോനെ. ഏത് മോൻ? ദൈവത്തിന് സമർപ്പിച്ചിട്ട് മക്കള് പോയി. പ്രിയമുള്ളവരെ, എവിടെ മാനുഷിക മൂല്യങ്ങൾ? എവിടെ? ഞാനൊരു പുരോഹിതനാണ്. ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ വെച്ച് പുലർത്തണം. അങ്ങനെ ഈ ലോകം നന്നാവുള്ളൂ പ്രിയമുള്ളവരെ. ഇന്ന് മനുഷ്യത്വമില്ലാതെയായിരിക്കുന്നു കുടുംബങ്ങളിലോ സമൂഹങ്ങളിലോ. എന്തിന് സമ്പത്ത്? കോടാനുകോടി സമ്പത്ത് സമ്പാദിച്ചവർ ജയിലിൽ കഴിയുന്നില്ലേ?
സമ്പാദിക്കാനല്ല പ്രിയമുള്ളവരെ, സ്നേഹിക്കാനാണ്. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ. എന്റെ രക്തബന്ധം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ സ്നേഹിക്കാനല്ല ഈ ലോകത്തിന് ജന്മം ദൈവം നൽകിയിട്ടുള്ളത്. മനുഷ്യനെ നോക്കിയിട്ട് സ്നേഹിക്കാൻ. ഞാനിത് പറയുന്നത് ഇങ്ങനെ ഒരു ഫംഗ്ഷനിലാണെങ്കിലും ഇത് കേൾക്കുന്ന കുറെ മനുഷ്യരുടെ ഹൃദയത്തിൽ ഉദിക്കട്ടെ യഥാർത്ഥ സ്നേഹത്തിന്റെ കതിരുകളെന്ന് ആശിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുകയാണ്. മനുഷ്യൻ എങ്ങനെ നമ്മളെ നോക്കുമെന്ന് കരുതി ജീവിക്കരുത് പ്രിയമുള്ളവരെ. എന്നെ കാണുന്ന മനുഷ്യൻ ഇതൊരു അച്ഛൻ എന്ന് കാണുന്നു, പക്ഷെ എന്റെ ഉള്ളിൽ കാണുന്നത് ഈശ്വരനാണ്. അതുകൊണ്ട് മനുഷ്യരെന്ത് പറയുമെന്ന് പേടിച്ചിട്ട് ജീവിക്കരുത്. ജീവിക്കുമ്പോൾ ജീവിക്കുക. സ്നേഹിക്കാനും ത്യജിക്കാനും കൊടുക്കാനും സഹിക്കാനും അത് മാത്രമേ ജീവിതത്തിൽ ബാക്കിയുണ്ടാവുള്ളൂ. ഞാനൊക്കെ എത്ര പള്ളിയിൽ വിചാരിച്ചിട്ടിരുന്നുണ്ടെന്നറിയാം. അവരൊക്കെ നമ്മുടെ പിന്നാലെ വരുന്ന വിചാരിച്ചിട്ടാ ബെസ്റ്റ്. അതായത് ഇപ്പൊ ഞാൻ ജീവിക്കണ എവിടെയെന്നറിയാം, തൃശ്ശൂര് പ്രായം ചെന്ന അച്ഛന്മാരൊക്കെ പ്രായമാവുമ്പോ ഇടവകയിൽ കൊണ്ടുപോയിട്ട് ഇരുത്തേണ്ട ഒരു സ്ഥലമുണ്ട്, വിയാനി ഭവൻ എന്ന് പറഞ്ഞ്. അവിടെയാണ് എനിക്ക് ഒരു വർഷം ലീവ് പിതാവ് തന്നിരിക്കും ഈ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ എത്തിക്കാൻ. എനിക്കൊരു റൂം തന്നിട്ടുള്ളത് ഈ പ്രായം ചെന്ന അച്ഛന്മാരുടെ അടുത്ത. 90 വയസ്സ് 85 വയസ്സായ പ്രായം ചെന്ന അച്ഛന്മാരൊക്കെ എന്താ തിരക്ക് അവിടെ. ഓരോ ഇടവകുന്ന ആൾക്കാർ വന്നിട്ട് ഈ അച്ഛന്മാരെ കാണാനും ഗിഫ്റ്റ് കൊടുക്കാനും എന്ത് തിരക്കവിടെ. ഈച്ച പോലും ഇല്ലാത്ത. ഞാൻ ആലോചിച്ച് എന്റെ ദൈവമേ ഇത്ര മാത്രം സേവനം ചെയ്ത അച്ഛന്മാര്. അതുകൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യൻ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യ